Hi guys, welcome to my new video. Today we are going to learn cost sheet. നമ്മൾ cost sheet എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് പഠിക്കാൻ പോകുന്നത്. cost sheet. ഇത് ആക്ച്വലി ബേസിക് ആയ ചാപ്റ്റർ ആണ്. പക്ഷേ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത് കൊണ്ടാണ് നമ്മൾ ഇവിടെ cost sheet പ്രസന്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരു ബേസിക് ഐഡിയ കിട്ടാൻ. നിങ്ങളുടെ ടെക്സ്റ്റിൽ ചിലപ്പോൾ യൂണിറ്റ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവും. അതും cost sheet both are similar. So നമ്മൾ cost sheet പഠിക്കാം. cost sheet, cost sheet. cost ചെയ്ത ഷീറ്റ് ഏതാണ് നമ്മൾ കോളത്തിൽ പറയുമ്പോൾ കോസ്റ്റ് ചെയ്ത ഷീറ്റ്. എന്തിനാണ് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ടോട്ടൽ എത്ര കോസ്റ്റ് എന്ന് കാണിക്കാം. കോസ്റ്റ് എന്താണെന്ന് ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. കോസ്റ്റ് എന്താണെന്ന്. ഇനി ഈ കോസ്റ്റ് കണ്ടുപിടിച്ചാൽ നമുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കാം, സെല്ലിംഗ് പ്രൈസ്. സോ കോസ്റ്റ് ഷീറ്റ് ഉണ്ടാക്കിയാൽ നമുക്ക് ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കാം, പ്രോഫിറ്റ് കണ്ടുപിടിക്കാം, സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കാം. അത് എങ്ങനെ ചെയ്യാം നമുക്ക് നോക്കാം. ഒരു സ്പെസിഫിക് ഫോമാറ്റ് ഉണ്ട്, ആ ഫോമാറ്റ് നമുക്ക് നോക്കാം. ഓക്കെ, ഇനി ഫോമാറ്റ് നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കാം. യു ക്യാൻ സീ ദ ഫോമാറ്റ്. ആ ഫോമാറ്റ് ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കുക. ആ ഫോമാറ്റ് കറക്റ്റ് ആയിട്ട് എഴുതിയെടുക്കുക. എങ്ങനെയാണുള്ള മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ് ആഡ് ചെയ്താൽ പ്രൈം കോസ്റ്റ് കിട്ടും. അതിന്റെ കൂടെ ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്താൽ ഫാക്ടറി കോസ്റ്റ് ഓർ വർക്ക്സ് കോസ്റ്റ് കിട്ടും. ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ആഡ് ചെയ്താൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും ഓർ മാനുഫാക്ചർഡ് കിട്ടും. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ആഡ് ചെയ്താൽ കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടും ഓർ കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടും. ആൻഡ് പ്രോഫിറ്റ് സെയിൽസ്. ഇതാണ് ഒരു നോർമൽ ഫോമാറ്റ്. ഓക്കെ, ആ ഫോമാറ്റ് നന്നായി എഴുതിയെടുക്കുക. കാരണം ഇങ്ങനെയാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. ഇനി ഫോമാറ്റ് ആലോചിച്ച് വെക്കാൻ എന്തെങ്കിലും ഒരു സ്റ്റോറി. ഓക്കെ, ആ സ്റ്റോറി എങ്ങനെ? ഓക്കെ, ഞാൻ പറഞ്ഞു ടോട്ടൽ കോസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. സോ ഫോമാറ്റിലേക്ക് ശ്രദ്ധിക്കുക. നിങ്ങൾ ആ ഫോമാറ്റിലേക്ക് നോക്കണ്ടേ. നമ്മൾ ഇതിനെ 4 ആക്കി ഡിവൈഡ് ചെയ്യാം. 4 ആക്കി ഡിവൈഡ് ചെയ്താൽ ഫസ്റ്റ് വൺ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്. അതായത് എല്ലാം ഡയറക്റ്റ്, നമ്മുടെ പ്രൈം ആയിട്ടുള്ള കോസ്റ്റ് ആണ്. ഡയറക്റ്റ് മെറ്റീരിയൽ വേണം, ലേബർ വേണം, എക്സ്പെൻസ് വേണം. എല്ലാം ഡയറക്റ്റ് ഉണ്ടെങ്കിലേ പ്രൊഡക്ഷൻ നടക്കുള്ളൂ. സോ അതിനെ പ്രൈം കോസ്റ്റ് ആയി കാണും. ഇനി അതിന്റെ അവിടെ നിന്നാണ് നമുക്ക് ഓവർഹെഡ്സ് വരുന്നത്. ഓവർഹെഡ് എന്താ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ഓവർഹെഡ് എന്ന ചാപ്റ്ററിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സ്റ്റാർട്ടിങ്ങിലൊക്കെ പറഞ്ഞതാണ് ഓവർഹെഡ്. ഓവർഹെഡ് നമുക്ക് 3 ആക്കി ഡിവൈഡ് ചെയ്യാം. ഫാക്ടറി ഓവർഹെഡ്, ഓഫീസ് ഓവർഹെഡ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്. ഇതിനൊരു കഥ പറഞ്ഞത് ഏതൊക്കെ ഓവർഹെഡ് ആണ്. ഫസ്റ്റ് വൺ വേണ്ടത് ഫാക്ടറി ആണ്, സെക്കൻഡ് ഓഫീസ് ആണ്, തേർഡ് സെല്ലിംഗ് ആണ് വരുന്നത്. സോ ഫാക്ടറി ആയതുകൊണ്ട് നിങ്ങൾ നേരെ ഒരു ജോബിന് കയറുമ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് നിങ്ങൾ ആദ്യം ഫാക്ടറിയിലേക്ക് പണി പഠിക്കാൻ വിടുക. സോ നിങ്ങൾ ഫാക്ടറിയിലേക്ക് പോകും. ഫാക്ടറിയിൽ നിന്ന് പണി പഠിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങളോട് പറഞ്ഞു ഓക്കെ കം ടു ഓഫീസ്. ഇനി നിങ്ങൾക്ക് ഓഫീസിൽ വരാം. ഓഫീസിൽ വന്നപ്പോൾ നിങ്ങൾ ഏതാണ്ട് ഓഫീസിലൊക്കെ നന്നായി വർക്ക് ചെയ്തപ്പോൾ നിങ്ങൾ പറഞ്ഞു ഇനി നിങ്ങൾ എന്നെ സ്വന്തമായിട്ട് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ നടത്തിക്കോളൂ. ഫാക്ടറിയിലേക്ക് വന്നു, പണി പഠിക്കാൻ പറഞ്ഞു. പണി പഠിച്ചപ്പോൾ ഓഫീസിൽ വന്നു, ഓഫീസിലെ പണി പഠിച്ചപ്പോൾ പറഞ്ഞു സ്വന്തമായിട്ട് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്തു. അതാണ് സ്റ്റോറി. പ്രൈം കോസ്റ്റ് ആദ്യം വരും, ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്, ദെൻ കംസ് ഓവർഹെഡ്. 3 ഓവർഹെഡും എങ്ങനെയാ വരിക എന്നുള്ള കഥയിലേക്ക് ആലോചിക്കാം. ഇനി ഇത് പ്രോബ്ലത്തിലേക്ക് കാണിച്ചാൽ സിമ്പിൾ കോസ്റ്റ് ഷീറ്റിന്റെ മാത്രം പ്രോബ്ലം അല്ല, എങ്ങനെ ടെൻഡർ കൊട്ടേഷൻ ഉള്ള പ്രോബ്ലം കൂടാണ് കാണിക്കുന്നത്. സോ 2 കോസ്റ്റ് ഷീറ്റ് വരയ്ക്കുന്ന ഒരു പ്രോബ്ലം ആണ്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം, എന്നിട്ട് കൂടുതലായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. നമ്മൾ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ക്വസ്റ്റ്യനിൽ യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ എ സ്റ്റേറ്റ്മെന്റ് ഷോയിങ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂം, പ്രൈം കോസ്റ്റ്, വർക്ക്സ് കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ്, എല്ലാ കോസ്റ്റും കണ്ടുപിടിക്കണം. പിന്നെ വരുന്നതാണ് നമ്മുടെ അഡ്ജസ്റ്റ്മെന്റ് വരുന്നത്. അത് നെക്സ്റ്റ് കോസ്റ്റ് ഷീറ്റിൽ കാണിക്കാം. സോ ഈ കോസ്റ്റ് ഷീറ്റിൽ നമുക്ക് തന്നെ ഡേറ്റ് വെച്ചിട്ട് ഒരു നോർമൽ കോസ്റ്റ് ഷീറ്റ് ആദ്യം ഉണ്ടാക്കാം, എന്നിട്ട് നമുക്ക് അഡ്ജസ്റ്റ്മെന്റിലേക്ക് പോകാം. സോ നോർമൽ കോസ്റ്റ് ഷീറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞു ഫോർമാറ്റ് കാണാം. മെറ്റീരിയൽ എന്ന് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ എടുക്കണം, പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ. ഇത് ചെയ്താലേ നമ്മുടെ മെറ്റീരിയൽ കൺസ്യൂംഡ് എത്ര അത് കിട്ടും. ഈ ഡേറ്റ് ഒന്നും തരാതെ നേരെ ഡയറക്റ്റ് മെറ്റീരിയൽ തരികയാണെങ്കിൽ ആ ഡയറക്റ്റ് മെറ്റീരിയൽ എടുത്താൽ മതി. ഈ ക്വസ്റ്റ്യനിൽ ഈ ഡേറ്റ് തന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇങ്ങനെ. സോ ഫസ്റ്റ് നോക്കാം. ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ഓൺ 1/1/2012 അതാണ് ഓപ്പണിംഗ് സ്റ്റോക്ക്. 1/1/2012 is ഓപ്പണിംഗ് സ്റ്റോക്ക്. പർച്ചേസസ് ക്വസ്റ്റ്യനിൽ നേരെ തന്നിട്ടുണ്ട്, പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ തന്നിട്ടുണ്ട്, ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ. ക്വസ്റ്റ്യനിൽ ക്രെഡിറ്റ് സൈഡ് നോക്കാം. സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ഓൺ 31/12/2012 അതാണ്. ലെസ് ചെയ്താൽ ലെസ് ചെയ്യാൻ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ബ്രാക്കറ്റ് ഇട്ട് വെക്കാം. സോ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. സോ റോ മെറ്റീരിയൽ കൺസ്യൂം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡയറക്റ്റ് വേജ് ആണ്. ഡയറക്റ്റ് വേജ് ഓർ പ്രൊഡക്റ്റീവ് വേജ് ആഡ് ചെയ്യുക. ഡയറക്റ്റ് വേജ് ക്വസ്റ്റ്യനിൽ പ്രൊഡക്റ്റീവ് വേജ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ആഡ് ചെയ്യുക. ഡയറക്റ്റ് എക്സ്പെൻസും കൂടെ ആക്ച്വലി ആഡ് ചെയ്യാൻ. ഈ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് എക്സ്പെൻസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അത് എന്ത് ചെയ്യാം. സോ ഇത് ആഡ് ചെയ്ത് ഇതിൽ നിന്ന് ആഡ് ചെയ്ത് ലെസ് ചെയ്ത കിട്ടിയ ആൻസർ ആണ് കൺസ്യൂം. ഇതിനോട് പ്രൊഡക്റ്റീവ് വേജും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് പ്രൈം കോസ്റ്റ് കിട്ടും. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് റോ മെറ്റീരിയൽ കൺസ്യൂംഡ്. എന്താ കൺസ്യൂംഡ് എന്ന് പറഞ്ഞാൽ കൺസ്യൂമർ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ, ടോട്ടൽ ആയിട്ട് ലാസ്റ്റ് ആയിട്ട് കൺസ്യൂം ചെയ്യുന്ന.
അപ്പൊ നമ്മൾ ഇവിടെ എടുക്കേണ്ടത് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ. എന്റെ കയ്യിൽ ഓപ്പണിംഗ് ആയിട്ട് ആദ്യം കുറച്ച് സ്റ്റോക്ക് ഉണ്ടായിരുന്നു, അതിന്റെ കൂടെ ഞാൻ കുറച്ച് പർച്ചേസ് ചെയ്തു. സോ ആ ഓപ്പണിംഗ് സ്റ്റോക്കിനോട് പർച്ചേസ് ചെയ്തപ്പോൾ അത്രയും കൂടെ എന്റെ ക്വാണ്ടിറ്റി കൂടി. ബാക്കി കുറച്ച് ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക്. ആ ക്ലോസിംഗ് സ്റ്റോക്കും കൂടെ നമ്മൾ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര നമ്മൾ യൂസ് ചെയ്തെന്നുള്ളത് കിട്ടും. ആദ്യം ഉണ്ടായിരുന്ന കുറച്ച്, അതിന്റെ കൂടെ കുറച്ച് പർച്ചേസും ചെയ്ത് കുറച്ച് ബാക്കിയുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അത് ബാക്കി മൈനസ് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എത്ര യൂസ്ഡ് ആണ് അല്ലെങ്കിൽ കൺസ്യൂംഡ് ആണെന്ന് മനസ്സിലാവും. സോ അതാണ് ആലോചിക്കേണ്ടത്, എല്ലാം കാണാതെ പഠിക്കരുത്. എത്ര യൂസ്ഡ് കിട്ടാൻ ഓപ്പണിംഗ് സ്റ്റോക്ക് എടുക്കുക, എത്ര നമ്മൾ വാങ്ങി എന്നുള്ളത് നോക്കുക, ബാക്കി കയ്യിൽ എത്ര വരുന്നു ആ ബാക്കി മൈനസ് ചെയ്താൽ എത്ര യൂസ് ചെയ്തെന്നുള്ളത് കിട്ടും. റോ മെറ്റീരിയൽ കൺസ്യൂം. ഓക്കെ, നമ്മുടെ പ്രൈം കോസ്റ്റ് നമുക്ക് കിട്ടി, പ്രൈം ആയിട്ടുള്ള മെയിൻ കോസ്റ്റ് പ്രൈം കോസ്റ്റ് കിട്ടി. ഇനി നമുക്ക് നോക്കാനുള്ളത് ഫാക്ടറി ഓവർഹെഡ്. ആ ഫോർമാറ്റിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓവർഹെഡ് എത്തിയിട്ടോ, നിങ്ങൾ ആദ്യം ഫാക്ടറിയിലേക്ക് എടുത്തത്. സോ ഫാക്ടറി ഓവർഹെഡ് ഓർ വർക്ക്സ് ഓവർഹെഡ് രണ്ട് പറഞ്ഞാലും സെയിം ആണ്. ഫാക്ടറി ഓവർഹെഡ് വർക്ക്സ് ഓവർഹെഡ് സെയിം ആണ്. ചില ക്വസ്റ്റ്യനിൽ ഫാക്ടറി ഓവർഹെഡ് എന്നാണ്, ചിലതിൽ വർക്ക്സ് എന്നാണ്. സോ ഫാക്ടറി ഓവർഹെഡ് ഓർ വർക്ക്സ് ഓവർഹെഡ് ക്വസ്റ്റ്യനിലുണ്ട്, ശ്രദ്ധിച്ചാൽ കാണാം. അതെടുക്കുക. എന്നിട്ട് ഈ പ്രൈം കോസ്റ്റിന്റെ കൂടെ വേണം ഈ ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്യാൻ. അതാണ് വർക്ക്സ് കോസ്റ്റ് ഓർ ഫാക്ടറി കോസ്റ്റ്. ശ്രദ്ധിക്കാം, പ്രൈം കോസ്റ്റ് കണ്ടുപിടിച്ച് അതിന്റെ കൂടെ ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് ഫാക്ടറി കോസ്റ്റ് ഓർ വർക്ക്സ് കോസ്റ്റ്. ഇനി നമ്മൾ ഫാക്ടറിയിലെത്തി. ഇനി നമ്മൾ ഓഫീസിലേക്ക് പോകുമ്പോൾ ഫാക്ടറി വരെയുള്ള കോസ്റ്റ് ആണ് എത്തിയത്. ഇനി നമ്മൾ ഓഫീസിന്റെ കോസ്റ്റിലേക്കാണ് നെക്സ്റ്റ് പോകാൻ പോകുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ ഇത് കംപ്ലീറ്റ് ആയിട്ട് എറേസ് ചെയ്യും, എന്നിട്ടാണ് ഞാൻ എഴുതുക. നിങ്ങൾ താഴെ തന്നെ എഴുതി പോവാം. ഇവിടെ ബോർഡിൽ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് താഴെയാണ്, നിങ്ങൾ ഇതിന്റെ താഴെ തന്നെ വേണം എഴുതി പോവാൻ. ഞാൻ ഇത് ഫുൾ എറേസ് ചെയ്തതിനു ശേഷം മുകളിലായിരിക്കും എഴുതുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക, ഞാൻ താഴെ പിന്നെ എടുത്തിട്ട് വർക്ക്സ് കോസ്റ്റ് ഓർ ഫാക്ടറി കോസ്റ്റ് എഴുതിയിട്ടുണ്ട്. ഈ കിട്ടിയ ഫാക്ടറി കോസ്റ്റിന്റെ കൂടെ നമ്മൾ ഓഫീസിലേക്ക്, ഫാക്ടറിയുടെ കോസ്റ്റ് കഴിഞ്ഞ് ഇനി ഓഫീസാണ് നോക്കുന്നത്. ഓഫീസ് ആൻഡ് ജനറൽ എക്സ്പെൻസ് എന്നാണ് ക്വസ്റ്റ്യൻ ഉണ്ട്. അത് ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. എത്രയാണ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കോസ്റ്റ്, പ്രൊഡക്ഷൻ കോസ്റ്റ് കിട്ടും, ഓർ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. നമുക്ക് ഈ ഫാക്ടറി കോസ്റ്റിന്റെ കൂടെ തന്നെ ഇത് ആഡ് ചെയ്ത് കൊടുത്താലേ ഈ ആൻസർ കിട്ടും. ഓക്കെ, ഫാക്ടറി കോസ്റ്റിന്റെ കൂടെ ഓഫീസ് ആൻഡ് ജനറൽ എക്സ്പെൻസ് ആഡ് ചെയ്ത് കൊടുത്താൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഓക്കെ, ഇനി നോക്കുക, നമ്മുടെ ഓഫീസ് എത്തി, ഓഫീസ് ആൻഡ് ജനറൽ എക്സ്പെൻസ് ആഡ് ചെയ്ത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എത്തി. ഇനി ചെയ്യേണ്ടത് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്. ഈ ക്വസ്റ്റ്യനിൽ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അത് നില്ലാക്കുക. സോ നില്ലിന്റെ കൂടെ സീറോന്റെ കൂടെ എന്തെങ്കിലും പ്ലസ് ചെയ്ത സെയിം ആൻസർ അങ്ങ് എടുക്കാം. അത് തന്നെ ആയിരിക്കും കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ തന്നെ ആയിരിക്കും കോസ്റ്റ് ഓഫ് സെയിൽസ് ഓർ ടോട്ടൽ കോസ്റ്റ്. ഇതാണ് നമുക്ക് ഫൈനൽ ആയിട്ട് പ്രോഡക്റ്റിന്റെ ടോട്ടൽ കോസ്റ്റ്. ഇതിന്റെ കൂടെ പ്രോഫിറ്റ് ആഡ് ചെയ്താൽ സെയിൽസ് കിട്ടും. ഫോർമാറ്റിലേക്ക് കാണാം, കാരണം ഇത്രയും കോസ്റ്റ് വന്നു, പ്രോഫിറ്റ് കൂടെ ചെയ്താൽ എത്ര പ്രൈസ്. ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ കോസ്റ്റിന്റെ കൂടെ പ്രോഫിറ്റ് ആഡ് ചെയ്താലാണ് പ്രൈസ്. ഇതാണ് ഒരു നോർമൽ കോസ്റ്റ് ഷീറ്റ്. നമ്മൾ ആദ്യം നോർമൽ കോസ്റ്റ് ഷീറ്റ് ആണെങ്കിൽ ഇനി ടെൻഡർ കൊട്ടേഷന്റെ കോസ്റ്റ് ഷീറ്റ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. സെയിം ഫോർമാറ്റ് ഒക്കെ സെയിം തന്നെ, ബട്ട് മെറ്റീരിയൽ ഒരു ചേഞ്ച് വരും. ഓൾറെഡി ഒക്കെ എങ്ങനെ എടുക്കേണ്ടത് എന്നുള്ളതും കാണിച്ചു തരാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. ഓക്കെ, ഇനിയാണ് ടെൻഡർ നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. സോ ടെൻഡർ എന്ന് കൊടുക്കാം, നമ്മൾ കോസ്റ്റ് ഷീറ്റ് കൊടുത്താൽ ടെൻഡർ എന്ന് കൊടുക്കാം. Any adjustment occur. The company is about to send a tender for the large plan. The costing department estimated that the material required would cost 52,000. So tender ne namakku material change undu, നേരത്തതല്ല. Material എത്ര ആയിരുന്നു? 52,000. And wages എത്ര ആയിരുന്നു വെച്ചാൽ wages to workmen for the plan would cost 31,200. So 31,200. നേരത്തെ ഡേറ്റ അല്ല, ടെൻഡറിന്റെ ഡേറ്റ വേറെ എക്സ്ട്രാ തന്നിട്ടുണ്ട് അഡ്ജസ്റ്റ്മെന്റിൽ. അതാണ് നമ്മൾ നോക്കേണ്ടത്. റോ മെറ്റീരിയൽ 52,000, wages 32,500. മെറ്റീരിയലും ലേബറും എക്സ്പെൻസ്, ഇവിടെ എക്സ്പെൻസ് ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഇത് കൂടെ ഇത് ടോട്ടൽ ചെയ്താൽ യു വിൽ ഗെറ്റ് പ്രൈം കോസ്റ്റ്. ഓക്കെ, ഇനി എങ്ങനെ ഫാക്ടറി കോസ്റ്റ് കിട്ടാന്നുള്ളത് നോക്കാം. ഫാക്ടറി കോസ്റ്റ് ഓർ വർക്ക്സ് കോസ്റ്റ് അല്ലെങ്കിൽ ഫാക്ടറി ഓവർഹെഡ് ആദ്യം കണ്ടുപിടിക്കണം, അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യനിൽ പറഞ്ഞത് ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യനിൽ അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. അഡ്ജസ്റ്റ്മെന്റിൽ പറഞ്ഞ സംഭവം കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് മെറ്റീരിയൽ കോസ്റ്റിംഗ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഫസ്റ്റിലേക്ക് നോക്കാം. Percentage of works overhead to productive wage. Question is starting into percentage of works overhead to productive wage. അതായത് നമ്മൾ അബ്സോർപ്ഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓരോന്നും എന്താ ചെയ്യാന്നുള്ളത് ഓവർഹെഡ് ഡിവൈഡ് ബൈ ഡയറക്റ്റ് വേജ്, ഓവർഹെഡ് ഡിവൈഡ് ബൈ മെറ്റീരിയൽ എന്നാണ് നമ്മൾ അബ്സോർപ്ഷൻ റേറ്റ് പഠിച്ചത്. ഇവിടെ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞത് ക്വസ്റ്റ്യനിൽ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്. ഓവർഹെഡ് percentage of works overhead means factory overhead to productive wage to the divided by. So overhead divided by direct wage. Previous statement or previous cost sheet നമ്മൾ ചെയ്തു വെച്ച overhead ആണ്. Overhead means ഏത് overhead ആണ്? Factory overhead ആണ്. ഇവിടെ factory overhead or works overhead ആണ്. ഇത്
works overhead. Question ഉള്ള works overhead ആണ്. Divided by previous statement തന്നെയുള്ള direct wage or productive wage into 100. ഇത് ചെയ്താൽ we will get 25%. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. Percentage of works overhead to productive wage എന്ന ക്വസ്റ്റ്യന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ overhead works overhead എടുക്കുക. Previous statement ആണ്, cost sheet ആണ്. Divided by direct wage or productive wage അതും കഴിഞ്ഞ previous statement നോക്കുക. ഡിവൈഡ് ചെയ്താൽ നമുക്ക് into 100 ചെയ്തു കഴിഞ്ഞാൽ into 100 എന്ന് വെച്ചാൽ പെർസെന്റേജ് കാണിക്കാൻ പറ്റാണ് 25%. ഓക്കേ, ഇനി ആ 25% നമ്മൾ കണ്ടുപിടിച്ചത് എവിടെ അപ്ലൈ ചെയ്യേണ്ടതാണ്? 25% നമ്മൾ എന്തിന്റെ മുകളിൽ പ്രൊഡക്റ്റീവ് വേജിന്റെ മുകളിൽ 25% കണ്ടുപിടിച്ചു. ഇനി എവിടെ അപ്ലൈ ചെയ്യേണ്ടത് നമ്മുടെ വർക്ക്സ് ഓവർഹെഡ് അല്ലെങ്കിൽ ഫാക്ടറി ഓവർഹെഡ് കണ്ടുപിടിക്കാനാണ്. ഫാക്ടറി ഓവർഹെഡ് എന്ന് പറയുന്നത് 25%, നമ്മുടെ 25% ഇല്ലേ, 25% ഓഫ് വേജ്. ഏത് വേജ്? ന്യൂ വേജിന്റെ 25%. നമ്മൾ റേറ്റ് എത്ര എന്ന് കണ്ടുപിടിച്ചു. 25% ആണ് പ്രീവിയസ്ലി കൊടുത്തത്, 25% ആണ്. സോ ആ റേറ്റ് കണ്ടുപിടിച്ചിട്ട് ആ റേറ്റ് ഇപ്പോഴുള്ള ഡാറ്റയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പോഴുള്ള വേജ് എന്ന് പറയുന്നത് 31,200 ആണ്. അതിന്റെ 25% എന്ന് പറയുന്നത് 7,800. സോ പ്രൈം കോസ്റ്റ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. വർക്ക്സ് ഓവർഹെഡ് നമ്മൾ 25% അപ്ലൈ ചെയ്ത് കൊടുത്താൽ കിട്ടും. ആഡ് ചെയ്താൽ നമുക്ക് വർക്ക്സ് കോസ്റ്റ് ഓർ ഫാക്ടറി കോസ്റ്റ്. വർക്ക്സ് കോസ്റ്റിന്റെ കാരണം നെയിമാണ് ഞാൻ നേരത്തെ പറഞ്ഞു, ഫാക്ടറി കോസ്റ്റ്. ഓക്കേ, ഇനി ശ്രദ്ധിക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് എന്താ കണ്ടുപിടിക്കുക വെച്ചാൽ ഓഫീസ് ആൻഡ് ജനറൽ എക്സ്പെൻസ്. ക്വസ്റ്റ്യന്റെ ഫസ്റ്റിലേക്ക് ഒന്നും കൂടെ വരിക. The percentage of general overhead to works cost അങ്ങനെ പറഞ്ഞത് percentage of general overhead to works cost. So നമ്മുടെ general overhead or office and general overhead divided by works cost ചെയ്താൽ percentage കിട്ടും. ആ percentage ആണ് അപ്ലൈ ചെയ്യുന്നത്. നേരത്തെ ക്വസ്റ്റ്യനിൽ കോസ്റ്റ് ഷീറ്റിൽ നോക്കുക. ഓഫീസ് ആൻഡ് ജനറൽ ഓവർഹെഡ് എത്രയാണെന്ന് നമുക്ക് ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതെടുക്കുക. ഡിവൈഡ് ബൈ വർക്ക്സ് കോസ്റ്റ്. വർക്ക്സ് കോസ്റ്റ് ഓർ ഫാക്ടറി കോസ്റ്റ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. അതെടുക്കുക. ഇൻടു 100 ചെയ്താൽ 5%. ഈ 5% ആയിരിക്കണം ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. പെർസെന്റേജ് എങ്ങനെ കണ്ടുപിടിച്ചതെന്ന് കൂടി കാണാം. ഓവർഹെഡ് ഡിവൈഡ് ബൈ വർക്ക്സ് കോസ്റ്റ് ആണ് ചെയ്താൽ നമുക്ക് പെർസെന്റേജ് കിട്ടും. ഇനി ഇതെങ്ങനെ ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം നോക്കാം. ഓക്കേ, ശ്രദ്ധിക്കുക. 5% നമ്മൾ 5% എന്തിന്റെ മുകളിലാണ് കാണാ? വർക്ക്സ് കോസ്റ്റിന്റെ മുകളിലാണ് കാണേണ്ടത്. സോ വർക്ക്സ് കോസ്റ്റ് നമ്മൾ ഇവിടെ 91,000 കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓഫീസ് ആൻഡ് ജനറൽ എക്സ്പെൻസ് എങ്ങനെ കണ്ടുപിടിച്ചാൽ 5% നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചു. ഈ 91,000 ന്റെ 5% is 4550. 5% ആണ് 91,000 is works cost ചെയ്താൽ 4550 കിട്ടും. സോ അത് ആഡ് ചെയ്ത് നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇവിടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ഇല്ലാത്തതുകൊണ്ട് ഇത് തന്നെ ആയിരിക്കും ടോട്ടൽ കോസ്റ്റ്. പ്രോഫിറ്റ് ആഡ് ചെയ്യുക, സെയിൽസ് കിട്ടും. എങ്ങനെ പ്രോഫിറ്റ് കണ്ടുപിടിക്കാന്ന് കാണിച്ചു തരാം. ഓക്കേ, ഇനി ശ്രദ്ധിക്കാനുള്ളത് പ്രോഫിറ്റ് ആണ്. ശ്രദ്ധിക്കാനുള്ളത് പ്രോഫിറ്റ് തന്നത് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. നമ്മുടെ പ്രോഫിറ്റ് തന്നത് 20% ഓൺ സെല്ലിംഗ് പ്രൈസ് ആണ്. കോസ്റ്റിന്റെ മുകളിലാണ് പ്രോഫിറ്റ് 20% എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കിട്ടിയ എമൗണ്ടിന്റെ മുകളിൽ നേരെ 20% കൊടുത്താൽ മതിയായിരുന്നു. ബട്ട് കോസ്റ്റിന്റെ മുകളിലല്ല, സെയിൽസിന്റെ മുകളിലാണ്. സെയിൽസ് തന്നിട്ടില്ല. ഇത് നല്ലോണം ശ്രദ്ധിക്കുക, കാരണം ഇത് നിങ്ങൾക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നോർമലി കോസ്റ്റിന്റെ മുകളിൽ തന്നാൽ ഈ എമൗണ്ടിന്റെ മുകളിൽ 25% ഇട്ടോട്ട് ചെയ്യാൻ ആർക്കും പറ്റും. സെയിൽസിന്റെ മുകളിൽ സെയിൽസ് തന്നിട്ടില്ല. സെയിൽസ് തന്നിട്ടില്ല, പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണം. പ്രോഫിറ്റ് 20% ഓൺ സെയിൽസ് എന്ന് തന്നു. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ, എപ്പോഴും ക്വസ്റ്റ്യൻ വന്നാലും ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ്. ഓക്കെ, എങ്ങനെ ചെയ്യാൻ നല്ലോണം ശ്രദ്ധിച്ചോളൂ. ഓക്കെ, ശ്രദ്ധിക്കുക. ഇവിടെ ശ്രദ്ധിക്കുക. സെയിൽസ് നമുക്ക് 100 ആക്കി എടുക്കാം. സെയിൽസ് നമുക്ക് 100 ആക്കി അസ്യൂം ചെയ്യാം. പ്രോഫിറ്റ് എന്ന് പറയുന്നത് സെയിൽസിന് 20% ആണ് പറഞ്ഞല്ലോ. 100ന്റെ 20% എന്ന് പറഞ്ഞാൽ 20. നമ്മൾ നേരത്തെ ചെയ്തു. കോസ്റ്റിന്റെ കൂടെ പ്രോഫിറ്റ് ആഡ് ചെയ്താൽ പ്രൈസ് കിട്ടും. കോസ്റ്റിന്റെ കൂടെ പ്രോഫിറ്റ് ചെയ്താൽ പ്രൈസ് കിട്ടും. അപ്പോൾ പ്രൈസിൽ നിന്ന് പ്രോഫിറ്റ് ലെസ് ചെയ്താൽ നമുക്ക് കോസ്റ്റ് കിട്ടും. പ്രൈസിൽ നിന്ന് പ്രോഫിറ്റ് ഇത്ര നമ്മുടെ സെല്ലിംഗ് പ്രൈസ്, ഇത്ര ലാഭം നമ്മൾ പ്രോഫിറ്റ് ഇട്ടിട്ടുണ്ട്, അത് മൈനസ് ചെയ്ത് നമുക്ക് കോസ്റ്റ് കിട്ടും. സോ 100 - 20 80 ആണ് കോസ്റ്റ്. നമ്മൾ അസ്യൂം ചെയ്ത 100ലെ 20% ചെയ്തു 80. ഈ 80ന്റെ തിങ്ങാണ് നമുക്ക് തന്നിട്ടുള്ള കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 80ക്ക് ഈക്വൽ ആണ്, 100ന് ഈക്വൽ അല്ല. 100ന് ഈക്വൽ എന്ന് പറഞ്ഞാൽ സെയിൽസ് ആണ് 100, കോസ്റ്റ് ആകെ 80 ഉള്ളൂ. അതെങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ 100 ആണ് സെയിൽസ്, 20% ആണ് പ്രോഫിറ്റ്. സെയിൽസിന്റെ മുകളിലാണെങ്കിൽ 20 കണ്ടുപിടിച്ചാൽ 80 കിട്ടും. കോസ്റ്റ് എത്ര? സോ 9550 divided by 80 ചെയ്താൽ നമുക്ക് കോസ്റ്റ് എത്ര കിട്ടും? നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് പ്രോഫിറ്റ് ആണ്. ഇൻടു 20 ചെയ്താൽ പ്രോഫിറ്റ് കിട്ടും. ആ പ്രോഫിറ്റ് ആണ് 2388. 2388. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടി. അതിലൂടെ പ്രോഫിറ്റ് ആഡ് ചെയ്താൽ പ്രൈസ് കിട്ടും. ഇവിടെ ഒന്നും കൂടെ കൺഫ്യൂഷൻ ശരിയാക്കാൻ ഞാൻ പറഞ്ഞുതരാം. 100 സെയിൽസ് ഒക്കെ എടുത്താൽ സെയിൽസിന് 20% ആണ് പ്രോഫിറ്റ്. സോ 20% എന്ന് പറഞ്ഞാൽ 20 ആണ്. 100 - 20 is 80. ഈ കോസ്റ്റ് എന്ന് പറയുന്നത് ഈ കോസ്റ്റിന് ഈക്വൽ ആണ്. സോ 1 ന് എത്ര എന്നുള്ള കണ്ടുപിടിക്കാൻ നോക്കാം. നമുക്ക് 9550 divided by 80, 1 ന് എത്ര കിട്ടും നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പ്രോഫിറ്റ് ആണ്. ഇൻടു 20 ചെയ്താൽ പ്രോഫിറ്റ് കിട്ടും.
ഇതിന് വേറൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇനി അതിൽ മുമ്പ് ബഡ്ജറ്റിംഗിൽ പറഞ്ഞതാണ്, അത് ആലോചിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ 2000 rupees ആണ് നമുക്ക് 500 കിലോമീറ്റേഴ്സ് പോകാനുണ്ടെങ്കിൽ 100 കിലോമീറ്റേഴ്സിന് എത്രയാണ് അത് കണ്ടുപിടിക്കാനാണെങ്കിൽ നമ്മൾ 2000 ഡിവൈഡ് ബൈ 500 ചെയ്താൽ 1 കിലോമീറ്റർ എത്ര വന്നു, ഇൻറ്റു 100 ചെയ്താലോ 100 കിലോമീറ്റർ എത്ര വന്നു. സെയിം വേ നമ്മൾ 80 ആണ് കോസ്റ്റ് എന്ന് കണ്ടുപിടിച്ചു. കോസ്റ്റിന്റെ എമൗണ്ട് ഇവിടെ ഉണ്ട്, 80 ക്കുള്ള കോസ്റ്റ് അതൊന്ന്. സോ 9550 ഡിവൈഡ് ബൈ 8 ചെയ്താൽ 1 എത്ര കിട്ടും, ഇൻറ്റു 20 ചെയ്താൽ പ്രോഫിറ്റ് കിട്ടും. ആ പ്രോഫിറ്റ് ആണ് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചത്. 2388 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടെൻഡർ പ്രൈസ് കിട്ടും. എസ് ആയിട്ടും ചോദിക്കാറുണ്ട് ഈ ക്വസ്റ്റ്യൻ, ഷോർട്ട് എസ് ആയിട്ടും ചോദിക്കാറുണ്ട്. ഓക്കെ ഗൈസ്, കോസ്റ്റ് ഷീറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ കഴിഞ്ഞു. ടെൻഡറും അതിൽ നമ്മൾ ഉൾപ്പെട്ടു. യൂണിറ്റ് കോസ്റ്റിംഗ് ഒക്കെ സെയിം തിങ് തന്നെയാണ്. സോ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചെയ്ത സംഭവങ്ങളിൽ ചിലപ്പോൾ ചില മിസ്റ്റേക്സ് ഒക്കെ വന്നിട്ടുണ്ട്, നമ്മൾ ചിലപ്പോൾ കോളോ മാറിയതോ അല്ലെങ്കിൽ ആഡിങ് മിസ്റ്റേക്കോ അല്ലെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യനിൽ തന്ന പ്രിന്റിംഗ് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ട്. അത് കുറെ ഫ്രണ്ട്സ് ഇവിടെ നമുക്ക് കോൾ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ മിസ്റ്റേക്ക് ഉണ്ടെന്ന്. താങ്ക് യു ഫ്രണ്ട്സിന്, താങ്ക് യു. സോ അങ്ങനെ ഉണ്ടെങ്കിൽ ഇനി നിങ്ങൾ ഇനിയും പറയാം, നിങ്ങൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. കാരണം ഹ്യൂമൻ എറേഴ്സ് ആണ്, നമുക്കും മിസ്റ്റേക്സ് വരാം. സോ ആ മിസ്റ്റേക്സിന് നമ്മൾ വി ആർ സോറി ഫോർ ദാറ്റ് മിസ്റ്റേക്സ്. പക്ഷേ ഇനി മിസ്റ്റേക്കോ അല്ലെങ്കിൽ ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 7356102202. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ആണെങ്കിലും വാട്സ്ആപ്പ് ചെയ്താൽ മതി, നമ്മൾ റിപ്ലൈ തരുന്നതാണ് ഇൻഷാല്ലാ. സോ ഫർദർ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഈ വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യുക ഓർ വോയിസ് മെസ്സേജ് വിട്ടാലും മതി. Okay guys, this video is powered by ECLAT, which is the study center for CMA USA and CMA India. Thank you.